നവരാത്രി ഉത്സവകാലത്ത് ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ഒരു അമ്പലമാണ് ഹോസ്ദുർഗ് മാരിയമ്മ അമ്പലം എന്ന് പറയുന്നത്. ഈ നവരാത്രി ഉത്സവം തുടങ്ങിയാൽ പിന്നെ ഹോസ്ദുർഗിന് 10 ദിവസം അവിടെ ആഘോഷം പോലെ തന്നെ. ഒരു 10 നൂറ്റാണ്ട് മുമ്പ് അവിടെ ഒരു ലഘുഭട്ടാരക ആചാര്യർ എന്ന് പറഞ്ഞാൽ പൂങ്കാവനം ശിവക്ഷേത്രമുണ്ട്. അതിൻ്റെ സമീപത്താണ് ഈ ദേവി ആദ്യം പ്രതിഷ്ഠ ഉണ്ടായത്. ആടുന്ന് ഒരു ഇക്കേരി നായ്ക്കർ കോട്ട പുതുക്കി പണിയുമ്പോൾ ആ അവസരത്തിൽ ഈ ദേവീനെ പ്രതിഷ്ഠ ഇപ്പോൾ ഇല്ല ഹോസ്ദുർഗിലേക്ക് മാറ്റിയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇപ്പോൾ 300 വർഷം ആയി ശരിക്കും ഈ ദേവീക്ഷേത്രം ഇവിടെ സ്ഥാപിച്ചിട്ട് എന്നാണ് ആരാധന തുടങ്ങി എന്നാണ് പറയുന്നത്. ഇത് ജില്ലയിലെ ഒരു പ്രധാന ക്ഷേത്രത്തിലൊന്നാണ് ഈ മാരിയമ്മ കോവിൽ എന്ന് പറയുന്നത്. സാധാരണ അസുഖങ്ങളും അസുഖം എന്ന് പറയുമ്പോൾ ഈ ചൂടുപനിയും അങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഈ അമ്മയെ വിളിക്കാറ്. വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളി കേൾക്കുന്ന ഒരു അമ്മ തന്നെയാണ് ഈ മാരിയമ്മ. ഇന്ന് നവരാത്രിയുടെ 4-ാം ദിവസം ദുർഗാദേവിയുടെ കൂഷ്മാണ്ഡ ഭാവത്തെയാണ് ആരാധിക്കുന്നത്. പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് കൂഷ്മാണ്ഡ ദേവി. കു, ഉഷ്മ, അണ്ഡം എന്നീ വാക്കുകൾ ചേർന്നാണ് ഈ പേര് വന്നതെന്നും കു എന്നാൽ ചെറുത്, ഉഷ്മ എന്നാൽ ഊർജം, അണ്ഡം എന്നാൽ പ്രപഞ്ചം എന്ന അർത്ഥമുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. 8 കൈകളുള്ള അഷ്ടഭുജ ദേവിയാണ് കൂഷ്മാണ്ഡ.